പ്രിയപ്പെട്ട അധ്യക്ഷൻ യൂണിയൻ ചെയർമാനായ രാധാകൃഷ്ണൻ ചേട്ടൻ, നമുക്കെല്ലാവർക്കും ബഹുമാനായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി പത്മഭൂഷൺ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവർകൾ, ടൈസൺ മാഷ് ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്യരുമുള്ള ബഹുമാന്യരെ, അതുപോലെ തന്നെ ഷൈജു മനക്കപ്പടി ഉൾപ്പെടെയുള്ള SNDP യൂണിയൻ്റെ ഭാരവാഹികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ദർശനോത്സവം മിക്കവാറും എല്ലാ വർഷവും പല തലങ്ങളിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. MP ആയിരിക്കുമ്പോഴും അല്ലാതിരിക്കുമ്പോഴും മന്ത്രിയായിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു ദിവസം, ഒരു തവണ ഒരാഴ്ചയോളം നീണ്ടു എന്നാണ് തോന്നുന്നത് ദർശനോത്സവം. അപ്പോൾ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണത്തെ ദർശനോത്സവത്തിൻ്റെ പ്രത്യേകത, ഈ വിദ്യാലയത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഈ നാടിന് മറക്കാൻ കഴിയാത്ത ശാസ്ത്രി സാറിൻ്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതിന് മുൻകൈ എടുത്ത SNDP യോഗത്തിൻ്റെ ഭാരവാഹികളെ ആദ്യം തന്നെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. പ്രതിമ വളരെ നന്നായിട്ടുണ്ട്. അനാച്ഛാദനം ചെയ്തപ്പോൾ ജനറൽ സെക്രട്ടറിയും പറഞ്ഞു, നല്ല ശാസ്ത്രി സാറിൻ്റെ തന്നെ രൂപത്തിൽ പ്രതിമയാണ്. ഏകദേശം 6 അടിയോളം പൊക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരു ഔന്നത്യം പോലെ തന്നെ മനോഹരമായ പ്രതിമയാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇങ്ങോട്ട് കിടക്കുമ്പോൾ ജനറൽ സെക്രട്ടറി അനാച്ഛാദനം ചെയ്ത ഫലകത്തിൽ ഞാൻ ശ്രദ്ധാപൂർവം നോക്കുകയുണ്ടായി. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര സംഗ്രഹം, പുത്തമ്പേലിക്കര സ്കൂളിൽ പഠിച്ചത് മുതൽ ഉള്ള കാര്യങ്ങൾ ഇപ്പുറത്തെ വശത്ത് സംഗ്രഹമായി ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയാവുന്ന അത്ര ലളിതവും ചുരുക്കമായും നൽകിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. വിദ്യാലയത്തിലേക്ക് കടന്നു വരുന്ന ഏതൊരാൾക്കും ഈ വിദ്യാലയം ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ മാത്രമല്ല, എങ്ങനെ ഈ രൂപത്തിലേക്ക് വന്നു, അതിൻ്റെ ചരിത്രം, അത് തുടക്കം, ഇതെല്ലാം അറിയുന്നതിന് ആ ലളിതമായി എഴുതി വയ്ക്കപ്പെട്ട വാക്കുകൾ സഹായകരമായിരിക്കും. അതുവഴി ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാനുള്ള വാതിലാണ് തുറന്നിട്ടിട്ടുള്ളത്. അതിനും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇപ്പോൾ വിദ്യാലയം വളരെ മികച്ച രീതിയിലാണ് പോകുന്നത്. അതിൻ്റെ വളർച്ചയിൽ പല ഘട്ടങ്ങളിലും ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഏറ്റവും ശരിയായ രൂപത്തിൽ തിരിച്ചറിഞ്ഞ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വളരെ മുൻപ് ലോകം തന്നെ വിദ്യാഭ്യാസം, സ്വാതന്ത്ര്യം, ഈ 2 പരികൽപ്പനകളുടെ ബന്ധം തിരിച്ചറിയുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നാരായണ ഗുരു വിദ്യ കൊണ്ടാണ് സ്വതന്ത്രമാകാൻ കഴിയുള്ളൂ എന്ന കാഴ്ചപ്പാട് ലോകത്തിൻ്റെ മുൻപിൽ തന്നെ അവതരിപ്പിച്ചു. അദ്ദേഹം ആ കാഴ്ചപ്പാട് അവതരിപ്പിച്ചതിന് ശേഷം മാത്രമേ ലോകത്തിലെ പല വിദ്യാഭ്യാസ ചിന്തകരും ഈ 2നെയും കൂട്ടി ഇണക്കിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകളും ദർശനങ്ങളുമൊക്കെ അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അത്തരത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രയോഗമാണ് പറവൂര് ഈ വിദ്യാലയം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും അതിനാവശ്യമായിട്ട് പിന്തുണ നൽകുന്നുണ്ട്. ഇനിയും നമുക്കേറെ മുന്നോട്ട് പോകാൻ കഴിയണം. ദീർഘമായ പ്രസംഗത്തിന് ദുരിയുമില്ല. സാധാരണ ഉദ്ഘാടകൻ പ്രസംഗിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ മുഖ്യാതിഥിയും വിശിഷ്ടാതിഥിയും ആശംസകളൊക്കെ പുറകെ വരേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി മറ്റു പല പരിപാടികളിൽ കൂടി പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് നേരത്തെ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയത്. അതുകൊണ്ട് ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുമില്ല. ഷീബ ടീച്ചറുടെ ആശംസയ്ക്ക് പ്രത്യേകം നന്ദി. നമുക്കെല്ലാവർക്കും നല്ലതിനായി കാത്തിരിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തി ദർശനോത്സവത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.